നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില സമയങ്ങളിൽ ശൂന്യത അനുഭവപ്പെടാറുണ്ട്, എംപ്റ്റിനെസ്. അത് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഈ സമയത്ത് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വറ്റി വരണ്ടു പോകുക എന്നുള്ളൊരവസ്ഥ വരും. നമുക്ക് ദുഃഖം, സങ്കടം, നിരാശ, സ്ട്രഗിളിങ്സ് എല്ലാം കൊണ്ടും നമ്മളാകെ വീർപ്പുമുട്ടൽ അനുഭവിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് പോലും എടുക്കാനില്ലാത്ത അവസ്ഥ വരും. മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാൻ അറിയില്ല. എപ്പോഴും വിഷാദത്തിലകപ്പെട്ട് ഒരു ശൂന്യതയിൽ ആകപ്പെട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് വരാറുണ്ട്. അത് എനിക്കും വരാം, നിങ്ങൾക്കും വരാം. എന്തുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശൂന്യത അനുഭവപ്പെടുന്നത്, നിരാശ വരുന്നത്? അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും എംപ്റ്റിനെസ്, ശൂന്യത വരുന്നത് നെക്സ്റ്റ് ഹയർ ലെവലിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അടുത്ത ഒരു ലെവലിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. അത് മാത്രമാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. നിങ്ങളൊരു ഹയർ ലെവലിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വറ്റി വരണ്ടു പോകുന്നത്. ഒരു നീരുറവ പോലും നിങ്ങൾക്ക് കണ്ടെത്താനില്ലാത്ത ഒരു അവസ്ഥ വരും ആ സമയത്ത്. പക്ഷേ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് പോയിൻറ്റ്സിലൂടെ, ഇല്ലായ്മയിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഹാർഡ് വർക്കിംഗ് പോയിന്റിലേക്ക് എത്തപ്പെടുവാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ദൈവം സഹായത്തിന് എത്തുകയാണ്. നിങ്ങളുടെ സ്ട്രഗ്ലിങ്സ് തീർന്നു, നിങ്ങളുടെ വറ്റി വരേണ്ട അവസ്ഥ തീർന്നു, നിങ്ങൾ ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട, ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾ എന്തുകൊണ്ട് വറ്റി വരണ്ടു പോയി, നിങ്ങൾക്ക് എന്തുകൊണ്ട് ശൂന്യത അനുഭവപ്പെട്ടു? അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു ഹയർ ലെവലിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത്. നിങ്ങൾ റബ്ബർ മരം കണ്ടിട്ടില്ലേ? റബ്ബർ മരം. ഈ റബ്ബർ മരം ചില സമയങ്ങളിൽ ഇല പൊഴിക്കും. ഇല പൊഴിച്ച് ആ റബ്ബർ മരം ശാന്തമായി നിൽക്കുന്നത് കാണാം. വെറും ബ്രാഞ്ച് മാത്രമാണ് ഉണ്ടാകുള്ളൂ, അതിൽ ഇലകൾ ഉണ്ടാവില്ല. അത് മൊത്തം ഷെഡ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നറിയോ? റബ്ബറിൻ്റെ വേരുകൾ സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ് ആ സമയം. കാരണം ഈ റബ്ബർ മരത്തിൻ്റെ വേരുകൾ അടിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ വളർച്ച പൂർണ്ണമായി കഴിയുമ്പോൾ അതിൽ ഇലകൾ തളിർക്കും എന്നുള്ളതാണ്. അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ റബ്ബർ മരത്തിൻ്റെ വേര് അവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേര് പടർന്നു പിടിക്കുകയാണ്. അതിനുശേഷം പുതിയ ഇലകൾ വരികയും റബ്ബർ മരം പുതിയൊരു സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളിലൊരു പ്രോസസ്സിങ് പ്രക്രിയ ഈ യൂണിവേഴ്സ് നടത്തുന്നുണ്ട്, ഗോഡ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊരു വറ്റി വരേണ്ട അവസ്ഥയിൽ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ശൂന്യതയിലാണ്, എംപ്റ്റിനെസ്സിലാണ്. നെക്സ്റ്റ് മൂമെൻറ്റ് നിങ്ങളൊരു ഹയർ ലെവലിലേക്ക് പോവുകയാണ്. ഇത് നിങ്ങൾ അവെയർ ചെയ്യുക, ഇത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് നേരെ വരുന്ന സകല പ്രത്യാഘാതങ്ങൾക്കും നിങ്ങൾ മറുപടി നൽകുക എന്നുള്ളതാണ്, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. സെൽഫ് കോൺഫിഡൻസോടുകൂടി, പോസിറ്റീവ് മൈൻഡോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ എംപ്റ്റിനെസ്, ഈ ശൂന്യത അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ്. അതായത് നിങ്ങൾ ഒരു ഹയർ ലെവലിലേക്ക് ഗോയിങ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.